അപ്പം ഇന്ന് ഒരു ഉച്ചമുക്കാലൊക്കെ ആയപ്പോഴത്തേക്കാളും നമ്മുടെ തുന്നൽക്കാരിയുടെ വീട്ടിലേക്ക് ഞാനൊന്ന് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഈ തുന്നൽക്കാരി ആരാന്ന് ചിലവർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും. ആദ്യമായിട്ട് കാണുന്നവർക്ക് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരെ ഇങ്ങോട്ടാണ് പോവാറ്. അന്നത് പട്ടാപ്പകലാണെങ്കിലും വർത്തമാനത്തിൻ്റെ കേസിൽ ഞാൻ ഒട്ടും പുറകിലല്ലാത്തതുകൊണ്ട് ഇപ്പം നേരം രാത്രി പച്ചപ്പാതിരായിട്ടോ. കിച്ചണിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. കുക്കിങ്ങും തയ്യലും കൂടി ഒരുമിച്ചാണ് കേട്ടോ. അപ്പം ഇവിടെ വന്ന് കുക്ക് ചെയ്യും, പിന്നെ പോയി തയ്ക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ റൂമിൽ വന്നപ്പോൾ ഈ ഒരു ടോപ്പ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റെഡിമെയ്ഡ് ആയിരിക്കും, ആരെങ്കിലും അളവിന് കൊടുത്തു വിട്ടതായിരിക്കും എന്നാണ്. പക്ഷേ ഇത് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നേരിട്ടുണ്ടെങ്കിൽ റെഡിമെയ്ഡ് ആണെന്നേ പറയുള്ളൂ. ചെറിയ ഗ്യാദേഴ്സൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ ടോപ്പും ഒരു സ്ട്രെയിറ്റ് പാൻറ്റും കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ നോർമൽ, ബാക്കിൽ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതേ ഇപ്പോൾ ഉത്സവ സീസൺ ആയതുകൊണ്ട് ബ്ലൗസ് കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരാളുടെ തന്നെ 2 ബ്ലൗസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ചിട്ടി ഇന്ന് തയ്ച്ചത് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്ക് 2 ദിവസം മുന്നേ ചിട്ട മോൾക്ക് വേണ്ടി തയ്ച്ചതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവളുടെ അടുത്ത് എടുത്തിട്ട് വരാൻ പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായി കാണും. അത്യാവശ്യമായിട്ട് ഒരു പാൻറ്റും കൂടി ചിറ്റയ്ക്ക് തയ്ച്ചിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പോൾ ഇതൊരു മുഷാട്ട പിടിച്ചൊരു കസ്റ്റമറിൻ്റെ ആണ്, വേറെ ആരുമല്ല, എൻ്റെ അമ്മയുടെയാണ്, ചിറ്റയുടെ ചേച്ചിയുടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വേഗം തയ്ച്ചു കൊടുക്കണം, നമുക്ക് നാളെ ജോലിക്ക് പോകുമ്പോൾ ഇത് തന്നെ ഇട്ടിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിറ്റ വേഗം തയ്ച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.